ഗിരിയേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കിപ്പോഴും ഗിരിയേട്ടനെ വിശ്വാസം. അപ്പൊ പിന്നെ പ്രീതി ഇവിടെ തന്നെ കഴിയട്ടെ. നിനക്ക് സംശയമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഗിരിയേട്ടൻ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രീതിയെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. എന്നാ നീ തന്നെ അതിന് കച്ച കെട്ടി ഇറങ്ങണം. ഈ പ്രശ്നത്തിൽ ഞാൻ ഇനി ഇടപെടില്ല. എനിക്ക് മതിയായി. മഞ്ജു, എന്നോട് മഞ്ജുവിന് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് മഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല. ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നു പോയേനെ. എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. വഴിയില്ലായിരുന്നു എന്നൊക്കെ പ്രീതിക്ക് വെറുതെ തോന്നുന്നതാ. സ്വന്തം ചോരയെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യർ ഏതറ്റം വരെയും പോകാറുണ്ടെന്ന് നമ്മൾ കാണാറുള്ളതല്ലേ. പക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോ ഹരീഷ് എന്നോട് ചെയ്ത ക്രൂരതകളെ കുറിച്ച് മാത്രം ഓർക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാ ഇപ്പൊ നിന്റെ അവസ്ഥ. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ നീ സ്വന്തം കുഞ്ഞിനോട് ചെയ്ത ക്രൂരത മാത്രമാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മഞ്ജു ഒരു അമ്മയാവാൻ പോകുന്നോണ്ടാ ഇത്ര ഇമോഷണൽ ആവുന്നത്. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയേനെ. നിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്കൊരു കാര്യം മാത്രമേ അറിയാൻ താല്പര്യമുള്ളൂ.